അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ തിരുവൽത്തായിൽ നിന്ന് സാക്ഷ്യം വരാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജീതു. ഞാൻ വരുന്നത് ചേർത്തല വയലാറിൽ നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് മൈക്കിൾസ് ചർച്ച് കാവിലാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് മുമ്പേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2019-23 നഴ്സിംഗ് പഠിച്ചത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ചേർന്ന് 6 മന്ത് കഴിഞ്ഞപ്പോൾ കോവിഡ് സ്റ്റാർട്ടാകുകയും നാട്ടിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എനിക്ക് ക്ലാസ്സിലൊന്നും അത്ര ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലായിരുന്നു. എക്സാം വന്നു. എക്സാമിന് വേണ്ടി മാത്രമായിട്ടാണ് ബാംഗ്ലൂർക്ക് പോയത്. അവിടെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ സപ്ലി ഉണ്ടായിരുന്നു. അതിനിടയിൽ സെക്കൻഡ് ഇയർ ക്ലാസ്സും അതിൻ്റെ എക്സാമും എല്ലാം കൂടി ആയപ്പോൾ ഒട്ടും എക്സാമിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ ഒരു മാതാവുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും പാസ്സാവും എന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് പറയുകയും ഞങ്ങൾ 6 പേരും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾ എക്സാം പാസ്സാവുകയും സെക്കൻഡ് ഇയറിലും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണം, ഫസ്റ്റ് ക്ലാസ് പോരാ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് പോകുമ്പോഴാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ കോളേജിൻ്റെ ഏറ്റവും പൊക്കത്തെ നിലയിലിരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുവാണ്, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. ഞാൻ അന്നേരം രാവിലെ കോളേജിൻ്റെ സമയത്ത് ഇതുവരെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ രാത്രിയാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ കണ്ടതായിരിക്കും എന്ന് കരുതി. പക്ഷേ അന്ന് 3 മണിയായപ്പോൾ കോളേജിൽ ഇരുന്നപ്പോൾ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് സെയിം സാഹചര്യം തന്നെയായിരുന്നു. കുറച്ച് പേരുടെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പല സ്ഥലത്തേക്ക് പോയി. എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ പോയിട്ട് റിസൾട്ട് നോക്കി വന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ട ആ സ്ഥലത്ത് തന്നെ അവൾ വന്ന് പറഞ്ഞു, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. ഞാൻ ഒത്തിരി കരഞ്ഞ് മാതാവിനെ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ 4th ഇയർ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷനോട് തന്നെ പാസ്സാക്കി. പിന്നീട് എന്ത് ചെയ്യും, പഠിക്കണോ അതോ ജോലിക്ക് കയറണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മൻ പഠിക്കുന്നതിനെക്കുറിച്ച് പറയുകയും ഒരു ഏജൻസീനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവിടെ തന്നെ ഞാൻ പഠിച്ചു. പഠിത്തം അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു അപ്രതീക്ഷിതമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ല, മാതാവായിട്ട് തന്നെ എന്നെ ഉടമ്പടി എടുപ്പിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുത്തു. പിന്നെ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. 3 മൊഡ്യൂൾ ഞാൻ എടുത്തു. പക്ഷേ ഒത്തിരി പഠിച്ചു ഞാൻ നന്നായിട്ട്. പ്രാർത്ഥന ഉണ്ടായിരുന്നു, എങ്കിലും അത്രയും പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ 3 മൊഡ്യൂളും ഞാൻ ഫെയിലായി. പിന്നീട് ഒത്തിരി കൂടുതൽ ഞാൻ പ്രാർത്ഥനയിലേക്കായി. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷേ നന്നായിട്ട് എഴുതിയതുമാണ്, പക്ഷേ പാസ്സായില്ല. പിന്നീട് 2 മൊഡ്യൂൾ എടുത്തു. ഞാൻ എക്സാം എഴുതാൻ പോയ സമയത്ത് എൻ്റെ ചാച്ചൻ്റെ അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിൽ 1 മൊഡ്യൂൾ പാസ്സായി. പിന്നീട് പെട്ടെന്ന് തന്നെ അടുത്ത മാസം തന്നെ എനിക്ക് വീണ്ടും ഡേറ്റ് ലഭിച്ചു. അതിലും ഞാൻ 1 മൊഡ്യൂൾ പാസ്സായി. പിന്നീട് നെക്സ്റ്റ് മൊഡ്യൂളും പെട്ടെന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അത് ഞാൻ 1 മൊഡ്യൂൾ മാത്രമായിട്ട് എടുത്തു. അവിടെ പോയി അത് നന്നായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്താണ് ഞാൻ പോയത്. അവിടെ എത്തിയപ്പോൾ ഞാൻ ഇതേവരെയും കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പെടുത്ത് ആരും ചവിട്ടാത്ത ഇടങ്ങളിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറുന്നത്. അന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറേ സമയം ഞാൻ വെറുതെ ഇരുന്നു. പിന്നീട് എന്തോ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ നീ തന്നെ എക്സാം എഴുതിക്കോണം എൻ്റെ കൂട്ടത്തിലിരുന്ന്, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്ഭുതമൊന്ന് എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു, ഇറങ്ങിപ്പോന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു പാസ്സാവില്ല, ഒന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ എന്തൊക്കെയോ എഴുതി. ആ സമയത്ത് റിസൾട്ട് വരാൻ 45 ദിവസത്തിൻ്റെ അടുത്ത് വേണമായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് കയറാം, ഇനി രക്ഷയില്ല, ആൾക്കാരുടെ ചോദ്യം അത്രയായി. അങ്ങനെ ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിലും പോയി. എനിക്ക് കേരള രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. 1 ഇയർ ഗ്യാപ്പും ഉണ്ട്. അതുകൊണ്ട് എങ്കിലും ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരത്തി മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും കൊന്തയും ഒന്നും മുടക്കാതെ തന്നെ മുന്നോട്ട് പോയി. കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അവിടെ ചെന്നിട്ടാണ് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പള്ളിയിലും പോകുമായിരുന്നു ആദ്യത്തെ 1 മാസം. ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന്
ഞാൻ ഒരു തലേ ദിവസം എന്തോ ഞാൻ ഇങ്ങനെ കണ്ടു എനിക്ക് 71 മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ അതിനുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതും ചുമ്മാതെയാണ് എന്ന് കരുതി ഞാൻ അടുത്ത ഡേറ്റ് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. റിസൾട്ട് വന്നു എന്നറിഞ്ഞു. റൂമിൽ വന്നു, മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ എൻ്റെ ഫോൺ വെച്ചു, തൈലവും പൂശി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ആക്കിയത്. അപ്പോൾ എനിക്ക് 75 മാർക്കുണ്ടായിരുന്നു. ശരിക്കും എനിക്കതിന് ഒരു അർഹതയില്ല, ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പിന്നീട് ഒരു മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, 4-5 മാസത്തോളം വെയിറ്റ് ചെയ്തു, കിട്ടുന്നില്ല. പിന്നീട് എനിക്ക് എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു കുട്ടി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പാസ്സായി, ഞാൻ ഹൈദരാബാദാണ് ഡേറ്റ് എടുത്തത്, ചേച്ചി വേണമെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഏജൻറ്റിൻ്റെ നമ്പർ വന്നു. ഞാൻ ആ കൊച്ചിനെ വിളിച്ചു. പിറ്റേ മാസം തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. പോകാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് പോയി പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഡ്യൂട്ടി നല്ല അവേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും എന്തോ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച് പോയി. എക്സാമിന് കയറി. എക്സാമിനർ ചോദിക്കും, ഫസ്റ്റ് പോയിൻ്റ് പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അവർ 20 മിനിറ്റിനോട് എടുക്കേണ്ട എക്സാം 5 മിനിറ്റ് കൊണ്ട് തീർത്ത് ഞങ്ങളെ 2 പേരെ ഇറക്കി വിട്ടു. അപ്പം കിട്ടില്ല എന്ന് ഉറപ്പായി. പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 70 ദിവസം എടുത്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. 61 മാർക്കെന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയുടെ താഴത്ത് എഴുതി വെച്ചാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 67 മാർക്കുണ്ടായിരുന്നു. ഞാൻ 4 മൊഡ്യൂളും ക്ലിയർ ചെയ്തു. അങ്ങനെ പിന്നീട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം കൊണ്ട് എല്ലാം 3 മാസം കൊണ്ട് എല്ലാം ശരിയാവുമെന്നാണ് ഏജൻറ്റ് പറഞ്ഞത്. അങ്ങനെ എല്ലാം പാസ്സായല്ലോ, ഇനിയിപ്പോൾ പ്രാർത്ഥന അത്രയും വലുതാക്കണ്ട എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥന കുറഞ്ഞു. ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തിട്ടും അവിടെ നിന്ന് കിട്ടേണ്ട ഒരു പേപ്പർ ബെഷേഡ് വന്നില്ല. ഏജൻറ്റിനോട് ചോദിച്ചപ്പം അത് വരും, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ നവംബറിൽ ജോലിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ടും വന്നില്ല. പിന്നീട് ഞങ്ങൾ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി. 2 പേരും കൂടി പറഞ്ഞപ്പോൾ ഏജൻറ്റ് അവർക്ക് മെയിൽ അയച്ചപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ പേപ്പർ ജർമ്മനിയിൽ എത്തിയിട്ടില്ല, എവിടെയോ അത് മിസ്സായി എന്ന്. പിന്നീട് ഏജൻറ്റ് അവർക്ക് സോറി പറഞ്ഞ് മെയിൽ അയക്കുകയും 2 ആഴ്ച കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പം മനസ്സിലായി എന്തോ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ അത് മിസ്സാവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇതുവരെയും എനിക്ക് മാതാവിനെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് വെച്ചാണ് പ്രാർത്ഥിച്ചത്. മാതാവിനെ എനിക്കൊന്ന് തൊടാനുള്ളൊരു അനുഗ്രഹം വേണം. ഞാൻ നവംബർ 27 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്, ഉടമ്പടി പുതുക്കിയത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനെ എനിക്ക് ലഭിക്കുകയും അതിൻ്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ബെഷൈഡ്സ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് പ്രീ അപ്രൂവൽ എന്നൊരു പ്രോസസ്സിംഗ് ആയിരുന്നു. അതിന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർക്കും 2 ആഴ്ച കൊണ്ട് കിട്ടി. എനിക്ക് അത് വന്നില്ല. 2 ആഴ്ച 3 ആഴ്ചയായി 4 ആഴ്ചയായിട്ടും വന്നില്ല. ഏജൻറ്റിനോട് ചോദിച്ചപ്പം ഇതൊന്നും ചെയ്യാനില്ല, അവരവിടെ നിന്ന് അയക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അവിടെ ആൾക്കാർ വെക്കേഷന് പോയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ജാനുവരി 15-ാം തീയതി ഞാനും അമ്മയും കൂടി കൃപാസനത്തിൽ വന്നു. കുർബാനയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കൂട്ടത്തിലുള്ളവർ അടുത്ത പ്രോസസ്സിങ്ങും കഴിഞ്ഞ് അവർ വിസയ്ക്ക് വെച്ചു. എന്നിട്ടും എൻ്റെ പ്രീ അപ്രൂവൽ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ പോരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏജൻറ്റിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഒരു അപ്ഡേഷനും ഇല്ല. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പേപ്പർ മേടിക്കാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് ഗൂഗിൾ പേ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഏജൻറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ജർമ്മനിയിൽ നിന്ന് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിൻ്റെ ഒരു പേപ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 ദിവസത്തിനുള്ളിൽ നിൻ്റെ പേപ്പർ ശരിയാവുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി മാതാവ് ഉണ്ട് കൂട്ടത്തിൽ, എൻ്റെ പേപ്പർ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. 2 ദിവസം വെയിറ്റ് ചെയ്തു. ഞാൻ 22 എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 22 വന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ടെൻഷനായി. അവരുടെ വിസയൊക്കെ ഡിസ്പാച്ച് ആവുകയൊക്കെ ചെയ്തു. അവർക്ക് ടെൻഷനായി. ഞാനും കൂടി വന്നാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവരാകെ വിഷമത്തിലായി. അവർ ചോദിക്കുന്നതും വീട്ടുകാരുടെ ചോദ്യവും എല്ലാം കൂടി അപ്പോൾ ആകെ വിഷമായി. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവം തരുമ്പോൾ തരട്ടെ എന്നായി. ഒരച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, തടസ്സങ്ങൾ നേരിടുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഞാൻ അതിലുറച്ച് വിശ്വസിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാനിങ്ങനെ രാവിലെ ഒരു സ്വപ്നം കണ്ടു, എൻ്റെ പ്രീ അപ്രൂവലിൻ്റെ പേപ്പർ വന്നു എന്ന്. പക്ഷെ ഞായറാഴ്ചയും ശനിയാഴ്ച അവിടെ അവധിയാണ്, അപ്പോൾ അത് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് രാത്രിയായപ്പോൾ ഏജൻറ്റ് മെസ്സേജ് അയച്ചു, പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, ഓൾറെഡി 2 ദിവസത്തിന് മുമ്പ് എൻ്റെ പേപ്പർ വന്നതാണ്, പുള്ളി മെയിൽ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് കാണാതെ പോയതാണെന്ന്.
അത് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ 21 എൻ്റെ പേപ്പർ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയതാണ്. പുള്ളി ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് കാണാതെ പോയതാണ്. പിന്നീട് അങ്ങോട്ട് എൻ്റെ എല്ലാം പെട്ടെന്ന് നടന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്കെല്ലാം നോർമലായിട്ട് എല്ലാവർക്കും എടുക്കുന്ന ടൈമിൽ നടന്നാൽ അവിടെ ഒരു കൃപയുമില്ല. എൻ്റെ നോർമലായിട്ടുള്ള കാര്യമാണ്. എനിക്ക് സമയം ചുരുക്കി തന്നാൽ മാത്രമേ അവിടെ മാതാവിൻ്റെ കൃപയെന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർക്ക് 2 ആഴ്ച എടുത്ത കാര്യം എനിക്ക് 4 ദിവസം കൊണ്ട് നടക്കുകയും എൻ്റെ വിസ 9 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിസ്പാച്ച് ആവുകയും ഫെബ്രുവരി 14 എൻ്റെ വിസ എൻ്റെ കൈകൾ കിട്ടുകയും ഫെബ്രുവരി 17 എനിക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ ഈ ഫെബ്രുവരി 23 തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. മാതാവ് ഈ ഒരു കാലയളവിൽ ഒത്തിരി സങ്കടങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിച്ച് ഏറ്റവും നല്ല ബെസ്റ്റാണ് എനിക്ക് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കാറിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങുമായിരുന്നു. ആശുപത്രികളിലും അതുപോലെ എൻ്റെ ദേവാലയത്തിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. അത് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. ഉടമ്പടി ധ്യാനവും കൂടുമായിരുന്നു, അതും ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ വീടിനടുത്തുള്ളവർക്ക് മെഡിസിൻ മേടിക്കാൻ ചിലർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അസൈൻ ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടും സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ നോക്കിക്കോണമെന്നും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുകയും വചനം എഴുതുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കൊന്ത ചെല്ലുന്നത് എൻ്റെ എന്ത് ആവശ്യത്തിനാണേലും എനിക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ചെല്ലുന്നത് കൊന്തയാണ്. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91, 11, 12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിത വഴികൾ ഓരോന്ന് ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട്. വീഴാതിരിക്കാൻ ദൈവം നമ്മളെ ഓരോ പ്രാവശ്യവും ഓരോരുത്തരെയും കൈകളിൽ ചുമക്കുന്ന ഒരു അനുഭവങ്ങളാണ് നാം ഇവിടെ ഓരോ ദിവസവും കേൾക്കുന്നത്. ജിത്തു ദേവ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അമ്മയിൽ കൂടിയാണ്. കൃപാസനത്തെ പറ്റി കേൾക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആദ്യം ഈ മകൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റാണ് ഇട്ടത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ പ്രാവശ്യവും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഫൈനൽ ഇയറിൽ ഒരു സ്വപ്നം കാണുകയും കൂട്ടുകാരുടെ എല്ലാം റിസൾട്ട് വരികയും ഈ മകൾക്ക് മാത്രം റിസൾട്ട് കിട്ടിയില്ല. ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. സ്വപ്നത്തിൽ കണ്ടത് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നതായിട്ടാണ്. അന്ന് റിസൾട്ട് വരാതിരുന്നപ്പോൾ വളരെ ടെൻഷൻ അടിക്കുകയും പിന്നെ ബുദ്ധിമുട്ടോടെ ഇരുന്നപ്പോഴാണ് കൂട്ടുകാർ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്ന് റിസൾട്ട് കിട്ടുകയും ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോഴാ മകൾ കണ്ട സ്വപ്നവും യാഥാർത്ഥ്യമായെന്ന് ഈ മകൾക്ക് മനസ്സിലായി. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ഈശോ അമ്മയും കേൾക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയും ആൾക്കായി. പിന്നീടാണ് ഈ മകൾ പറഞ്ഞത്, പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് പ്രോസസ്സിങ്ങിന് വേണ്ടി നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ ഭാഷ പഠിക്കാൻ ചേരുകയും വളരെ ശ്രദ്ധയോടും കൂടി പഠിക്കുകയും ചെയ്തപ്പോൾ അവിടെയും പരാജയപ്പെടുകയാണ് വീണ്ടും. ഈ മകളുടെ ജീവിതത്തിൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു പോക്കാണ്. കുറച്ച് പ്രാർത്ഥിക്കും, മുന്നോട്ട് പോകും. പിന്നെ പരാജയപ്പെടുമ്പോൾ കൂടുതൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദൈവത്തിനെ ഈശോയും അമ്മയും വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. വീണ്ടും വീണ്ടും ഈ മകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്, ഞാൻ പല പ്രാവശ്യവും എഴുതി, പല പ്രാവശ്യവും ഫെയിലിയറാണ്. പക്ഷെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ ഈ മകൾ മുന്നോട്ട് പോവുകയാണ്. ഈശോയിലും അമ്മയിലും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയാക്കിയാണ് ഓരോ പ്രാവശ്യവും. പിന്നോട്ട് മാറാതെ മുന്നോട്ട് തന്നെയാണ്. എൻ്റെ ഓരോ ഫെയിലിയറും പരാജയങ്ങളുമെല്ലാം എൻ്റെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയും ഈ മകൾ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെ വഴികളിലും കഷ്ടതകളുടെ വഴികളിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിചാരമാണ് നമുക്ക് വേണ്ടത്. ദൈവം ഒരു കാവൽക്കാരനെ പോലെ നമ്മുടെ കാലിടറാതെ, കല്ലിൽ തട്ടാതെ
നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. വീണു പോയാലും ഓരോ പ്രാവശ്യവും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് നയിക്കാനുള്ള ആ കരുത്ത്, ആ ധൈര്യമാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ മകളും അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ കാവലായിട്ട് ഈ മകളുടെ കൂടെ നടക്കുന്നതാണ്. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിലൂടെ നയിക്കുന്ന അമ്മയാണ്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ കൂടെയാണ് നമ്മൾ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജിത്തുദാസിനും കുടുംബത്തിനും ലഭിച്ച ഈ ദൈവകൃപയ്ക്ക്, അതായത് ഈ മകള് ഫെബ്രുവരി 23 ജർമ്മനിക്ക് പോവുകയാണ്. ടിക്കറ്റുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. പരാജയത്തിൽ പതറാതെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ തുറക്കുകയും ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങളിൽ ഭയപ്പെടാതെ മുന്നോട്ട് മാറാതെ നമുക്കും ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ജിത്തുദേവനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.